ഹായ് സുഹൃത്തുക്കൾ, എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ അവിൽ മിൽക്കിൻ്റെ രാജാക്കന്മാരായ വനാവിലിൻ്റെ ഒമാല ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഗോബ്ര മസ്കറ്റ് വെല്ലിന് സമീപം ഓപ്പൺ ആയിരിക്കുന്നത്. ഇനാഗ്രേഷൻ അന്ന് കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കരിമ്പന കാണുന്നത് നമ്മൾ മലബാർ ഏരിയ, പ്രത്യേകിച്ച് തലശ്ശേരിയിലൊക്കെ ഒരു കല്യാണത്തിന് എത്തിയ പോലെ തോന്നുന്നു. മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ ഈ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലോണം സെലിബ്രേറ്റ് ചെയ്ത നമ്മളെ ഒമാൻ്റെ മുത്തുവാണി മിസ്റ്റർ അലാദിയാണ് ഇനാഗ്രേഷൻ വന്നിരുന്നത്. നല്ലോണം മൂപ്പർ എൻജോയ് ചെയ്യുന്നുണ്ട് മുട്ടിപ്പാട്ടിൻ്റെ ആളുകളുടെ കൂടെ. ഞങ്ങൾ വന്നിരിക്കുന്നതൊന്നുമല്ല, ഞാൻ വന്നിരിക്കുന്നത് അവിൽ മിൽക്ക് ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചിട്ടാണ്. ഓപ്പണിങ്ങിന് അന്ന് അവരെ തിരക്കായിരുന്നു. അതുകൊണ്ട് അന്ന് അവിൽ മിൽക്ക് അവിടെ നിന്ന് കഴിക്കാമെന്നുള്ള ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. കാരണം നല്ല റഷ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടാനൊന്നും വഴിയൊന്നുമില്ല. അപ്പം പിന്നെ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചു. 60-ൽ പരം ഒരുപാട് വെറൈറ്റീസ് അവിൽ മിൽക്കുകൾ അവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാനൊരു നോർമൽ ഒരു അവിൽ മിൽക്കാണ് അവിടെ നിന്ന് മേടിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിൽ മിൽക്ക് കഴിക്കുമ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് നട്ട്സും അവിലും ഒക്കെ നല്ലോണം മിക്സ് ചെയ്ത് കഴിച്ചാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. കഴിച്ചു നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നാട്ടിലുള്ള അതേ അവിൽ മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്വാദുകൾ പലവിധമാണ്. ഞാൻ എൻ്റെ ഒരു ടേസ്റ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും വരിക, നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ ഈ മഹഫിൽ ടീമിൻ്റെ അന്നത്തെ ആ മുട്ടിപ്പാട്ട് പരിപാടികളൊക്കെ അതിഗംഭീരമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബനാവിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയറാണ് അവർ യൂസ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് ഫീൽഡിലൊക്കെ ഉള്ള ആളുകൾ അവിടെ പോവുക, ചോദിക്കുക സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടും. അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങൾ നിങ്ങൾ പറയുക. ഓക്കെ, താങ്ക് യു.